യുവരാജ്, ആർ സി ബിയുടെ വിക്ടറി പരേഡ് എന്നതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ ഷോ എന്ന രീതിയിലാണ്. കാരണം ആദ്യന്തം അതിൽ നിറഞ്ഞ് നിന്നത് ശിവകുമാർ ആണ്. അപ്പോൾ ഇത് സർക്കാരാണ് സംഘടിപ്പിച്ചത് ഈ പരിപാടി. ഇപ്പോൾ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലയിൽ ചാരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചില്ല. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ തന്നെയല്ലേ? അല്ല, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഷോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷ പരിപാടിയുടെ മുമ്പിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾക്കും അത്രയും പോപ്പുലാരിറ്റി വരും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവരതിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിനകത്ത് ഞാൻ വലിയ തെറ്റ് കാണുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നുള്ള നിലയിൽ തന്നെ അവരതിനെ എടുത്തു കാണും. അതിപ്പോൾ ആരായാലും ചെയ്യുമായിരിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പർട്ടിക്കുലർലി ആർ സി ബി എന്ന് പറയുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പ് കിട്ടുന്നതാണ്. അത് വലിയ ഒരു വിഷയമായിട്ട് കർണാടകത്തിലെ ഓരോരുത്തരുടെ ഉള്ളിൽ വലിയ വേദനയായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 29 ജൂണിനാണ് 2024 ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് കിട്ടുന്നത്. വാങ്കഡയിൽ മുംബൈയിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നത് 4-ാം തീയതിയോ 5-ാം തീയതിയോ ആണ്. അതായത് ഈ പരിപാടി വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞ് 4-5 ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായ പ്രിപ്പറേഷനുകളോടുകൂടി മാത്രമാണ് അത്തരത്തിലൊരു സെലിബ്രേഷനിലേക്ക് ആ ഒരു റോഡ് ഷോ നടത്തുന്നതിലേക്ക് പോയി. എന്നിട്ട് പോലും വാങ്കഡയിൽ വലിയ പ്രശ്നമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ആൾക്കാർ തിങ്ങി നിറയുകയും വലിയ പ്രശ്നങ്ങളുണ്ടായി. 4-5 ദിവസങ്ങൾക്ക് ശേഷം നടത്തിയിട്ട് പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി. അതിപ്പോൾ ഒരു വിരാട് കോഹ്ലി മാത്രം ആയിരുന്നില്ല, മുഴുവൻ ഇന്ത്യൻ ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ആരാധകരുണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള ആൾക്കാരും രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരാനുള്ള സമയം ഉണ്ടാകുന്നതെല്ലാം നേരത്തെ അനൗൺസ് ചെയ്യപ്പെട്ടതിന് ശേഷം നടത്തിയ പരിപാടിയായിരുന്നു. നോക്കൂ, ഇവിടെ നടന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ റോണി കെ ബേബി പറയുന്നുണ്ട്, എന്താണ് അവിടെ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടകളാണ്. അവരിങ്ങനെ കയ്യൊക്കെ പിരിച്ച് മീശയൊക്കെ മുറുക്കി കാണിക്കുമ്പോഴേക്കും കർണാടക ഗവൺമെൻറ് മൊത്തത്തിൽ ഭയന്ന് മാറുന്ന സാഹചര്യമായിരുന്നു. അവർ പഞ്ചപാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ചു മാത്രം കുടിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞു ഇന്ന് നടത്തിയേ പറ്റൂ, അതുകൊണ്ട് നമുക്ക് നടത്തേണ്ടി വന്നു. എന്തായത് ഇങ്ങനെയാണോ ഒരു ഗവൺമെൻറ് പെരുമാറേണ്ടത്? ഇന്നലെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം മാത്രമാണ് അവർ വിജയിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഈ പറയുന്ന വിക്ടറി പരേഡും ഈ പറയുന്ന സെലിബ്രേഷനും ഒക്കെ നടത്തണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം ഇരിക്കുന്നത്? ഇനി പോലീസ് പറഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസ് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് ഇന്ന് നടത്തുന്നത് അപകടമാണ്, ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റില്ല, വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് തീർച്ചയായിട്ടും പറയും. ഇനി അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും നാളെ ആരെങ്കിലും ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും പോലീസിൻ്റെ പണി ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ പോലീസിന് കൊടുക്കുന്ന ഇൻഫർമേഷനെ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഗവൺമെൻറ്റിനാണുള്ളത്. അല്ലാണ്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും പ്രഷർ ചെയ്താൽ പോലും അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടല്ലേ പക്വതയുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് അധികാര കേന്ദ്രങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. അതിന് പകരം അവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ വേണം. ഇതെന്ത് തരം ഭരണമാണ് അവർ നടത്തുന്നെങ്കിൽ പിന്നെ ഇവർക്ക് ഇതെല്ലാം പൂട്ടിക്കെട്ടി പോയിട്ട് പണിയെല്ലാം കൂടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെ തന്നെ ഏൽപ്പിച്ചുകൂടെ? അവർ തന്നെ ലോ ആൻഡ് ഓർഡറും അവർ തന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യട്ടെന്നേ. ഞങ്ങളാരും അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്ന കാര്യം. പെട്ടെന്ന് അതാ നോക്കുമ്പോൾ ഒരാൾക്കൂട്ടം ഞങ്ങൾ അവിടെ ചെന്ന് നിന്നു. ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? അതും പോട്ടെ, ശ്രീ റോണി കെ ബേബി ഇതുവരെയും കണ്ടിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് പറയാതെ അങ്ങയുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടായിരിക്കും. ആ സ്റ്റേഡിയത്തിനകത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ചിത്രങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, അവിടെ 11 പേര് മരണപ്പെട്ടിട്ടുണ്ട്. 50-ലധികം പേര് ഇപ്പോഴും ജീവിക്കുമോ മരിക്കുമോ എന്ന് ഉറപ്പില്ലാതെ വളരെ സീരിയസ്ലി ഇഞ്ചേർഡായിട്ട് ആശുപത്രികളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അകത്ത് ഇപ്പോഴും വിക്ടറി സെലിബ്രേഷൻ നിന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഗവൺമെൻറ്റിന് അതൊന്ന് നിർത്തുവാൻ പറയുവാനുള്ള
നട്ടലുറപ്പ് പോലും ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ പോലും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനില്ലേ? അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ അതിപ്പോൾ നമുക്കാർക്കും ഇപ്പോൾ അവിടെ നേരിട്ട് ചെന്ന് പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. നാഷണൽ മീഡിയയിൽ നിന്നും എക്സ് പോലുള്ള അടുത്ത് നിന്നും അവിടുത്തെ ലൈവായിട്ട് അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ അപകടത്തിലായി, ആൾക്കാർ മരിക്കുന്ന സാഹചര്യമുണ്ട്, അവരെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ പോലും അവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലയിലാണോ ഇരിക്കുന്നത്? അല്ല, എനിക്ക് ആഘോഷം നല്ലത് തന്നെയാണ്. ആഘോഷങ്ങളിൽ ഈ പറയുന്നത് പോലെ തന്നെ ആഘോഷത്തിൻ്റെ വൈകാരികത കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു വിസിബിലിറ്റിയുടെയും പബ്ലിസിറ്റിയുടെയും സ്പേസിൽ 11 പേർ മരണപ്പെട്ടു, 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞ് വെക്കുന്നത്. വിധാൻ സൗദയ്ക്ക് പുറത്ത് തന്നെ ഏകദേശം 1 ലക്ഷത്തോളം പേർ തടിച്ചുകൂടി. അവിടെ കല്ലേറ് ഉണ്ടായിരുന്നു. മാത്രമല്ല, മൊത്തത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് 3 ലക്ഷത്തിലധികം ആളുകളാണെന്നും മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. അപകടം ഒഴിവാക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. യുവരാജ്, അപകടം ഒഴിവാക്കാമായിരുന്നു, ഇങ്ങനെയൊരു ദുരന്തം മുൻകൂട്ടി കണ്ടു എന്നും സിദ്ധരാമയ്യ പറയുന്നു. അപകടം ആരാണ് ഒഴിവാക്കേണ്ടത്? ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലല്ലോ കർണാടകം ഭരിക്കുന്നത്. അവിടെ തന്നെ ഇതൊരു കുറ്റസമ്മതമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്. അതായത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഗവൺമെൻറ്റിന് അതിന് പരിപൂർണമായിട്ട് പെർമിഷൻ കൊടുക്കണം. ഈ പെർമിഷൻ നിഷേധിക്കുക എന്നുള്ളതല്ലല്ലോ, അവരോട് പറയാമല്ലോ. അതായത് വി ആർ നോട്ട് പ്രിപ്പയർഡ് എന്നവരോട് പറയുന്നതിനകത്ത് എന്താണ് തെറ്റും കുറ്റവും കുറവുമൊക്കെ ഇരിക്കുന്നത്? പ്രിപ്പയർഡ് അല്ല ഗവൺമെൻറ് ഇത്രയും വലിയ ഒരു ക്രൗഡിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു വിക്ടറി പരേഡ് നടക്കുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള മിഷനറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് വാ തുറന്ന് പറയുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരവിടെ ഭരിക്കുവാനെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർക്ക് പറയാമായിരുന്നല്ലോ, ഇത് ഓക്കെ, ഇത് ആകെ 20 മണിക്കൂറേ ആയിട്ടുള്ളൂ, ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഈ പറയുന്ന പോലെ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ളൊരു ക്രൗഡായിരിക്കും ഇവിടെ വന്നു ചേരാൻ പോകുന്നത്, തീർച്ചയായിട്ടും അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകാതെ ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തുവാനും വേണ്ടി ശേഷിയുള്ള ആൾക്കാരാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്നാണോ പൊതുജനം മനസ്സിലാക്കേണ്ടുന്നത്? അങ്ങനെയൊന്നുമല്ല. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പഷ്ടമാണ് കാര്യം. DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം, കർണാടക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഗുണഫലം അവർ കൂടി എടുക്കുക, വലിയൊരു പബ്ലിസിറ്റി വിഷയത്തിലേക്ക് അവർക്ക് കൂടി പോകാൻ കഴിയുക, അവരുടെ ഒരു നേട്ടം പോലെയൊക്കെ ഇതിനെ അവതരിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, അവതരിപ്പിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല, പൊളിറ്റിക്സ് ആണ്, അതിനകത്ത് അതൊക്കെ സംഭവിക്കും. പക്ഷേ ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളതിനായിരുന്നു കുറച്ചുകൂടി പ്രാമുഖ്യം കൊടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരല്പം കൂടി ടൈം എടുത്തു, ഒരു 2-3 ദിവസം, ഒരു 48 മണിക്കൂറെങ്കിലും സമയം എടുത്തിട്ട് അത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ. അത് മാത്രമല്ല, ഇനി അവിടെ മരിച്ചുപോയ 11 പേര്, ഈ 11 പേരുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി? കർണാടക ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളല്ല ഉത്തരവാദി, ക്രിക്കറ്റ് അസോസിയേഷൻ ഇനി അവരെ വെക്കാൻ തയ്യാറാവും. അങ്ങനെ ഇത് ആരാ ഇതിന് ഉത്തരവാദി? ആ 11 പേര് എത്രയോ സന്തോഷത്തോടു കൂടി വീട്ടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇവിടേക്ക് എത്തിയ ആൾക്കാരാണ്. ഇതിനെ മുഴുവൻ നമുക്ക് വാട്സാപ്പിൻ്റെ തലയിലേക്ക് മാത്രം വെക്കാൻ സാധിക്കുമെന്നേ. വാട്സാപ്പ് സംഭവം ശരി തന്നെയാണ്, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു മെസ്സേജ് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് പോകും. അതിന് ഗവൺമെൻറ്റിൻ്റെതായ മിഷനറീസ് ഇല്ലേന്നേ, അവർക്ക് ചാനലുകളില്ലേ, അവർക്ക് വാർത്താ ചാനലുകളിലൂടെ പറയാൻ പാടില്ലേ ഇതൊക്കെ ഫേക്കാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം പറയാനുള്ള മിഷനറികളില്ലേ? ഇനി ഇതൊന്നും ഇല്ല, ഇതെല്ലാം വളരെ ഷോർട്ട് നോട്ടീസിൽ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മുംബൈയിൽ ചെയ്തതുപോലെ തന്നെ, ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം വരുമ്പോൾ ചെയ്തതുപോലെ തന്നെ 4-5 ദിവസത്തെ സമയം എടുത്തതിന് ശേഷം മാത്രം ചെയ്യാമായിരുന്നല്ലോ. ഇനി ഗവൺമെൻറ്റിൻ്റെ യാതൊരു പെർമിഷനും ഇല്ലാതെയാണ് നടത്തിയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ പറയാൻ സാധിക്കാതെ? കർണാടകയുടെ ഉപമുഖ്യമന്ത്രി തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ വിധാൻ സൗദയ്ക്കകത്ത് ഉൾപ്പെടെ ഇവർക്ക് വലിയ ട്രീറ്റ് കൊടുത്തിട്ട് ഇവരെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിടണം. അപ്പോൾ എന്നിട്ട് പറയണേ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് പറയുക? ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഞാൻ ചോദിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവർക്കും ഓർമ്മ ആണോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, 5-6 മാസങ്ങൾക്ക് മുമ്പ് പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലു അർജുൻ ഒരു തിയേറ്ററിൽ വന്നപ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്, ഒരു കുട്ടിയാണ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് അല്ലു അർജുനെ രാഖി രാമാനം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന തെലങ്കാന ഗവൺമെൻറ്. അപ്പോൾ അത്ര പോലും നമ്മൾ ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് സഹിഷ്ണുത കാണിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്ന് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയൊരു അനാസ്ഥ ഇവിടെ കാണിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കുമോ ഇല്ലയോ? ഇത് ഗവൺമെൻറ് വരുത്തി വെച്ചിരിക്കുന്ന ഒരു വിനയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൗർഭാഗ്യവശാൽ ആ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പോകുന്നില്ല.